ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സ്നേഹസദനത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ അർജുൻ അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ അർജുൻ സ്നേഹസദനത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ പൂജയും കൂടി പറയുന്നുണ്ട്, ഞാനും കൂടി ഉണ്ട് അജുവേട്ട എന്ന് പറയുമ്പോഴും അർജുൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പോയി പ്രിയയെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അർജുൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ മാധുരി പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം അർജുൻ, വെറുതെ നീ മാത്രം പോവേണ്ട എന്ന് പറയുമ്പോഴും അർജുൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അർജുൻ ദേഷ്യത്തോടു കൂടി സ്നേഹസദനത്തിലേക്ക് അങ്ങ് ചെല്ലാൻ കേട്ടോ. അങ്ങനെ വസന്തൻ അങ്ങ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അർജുൻ, നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യരുത് എന്നും പറഞ്ഞ് വസന്തൻ തടയാൻ ശ്രമിക്കുമ്പോഴും അർജുൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ തന്നെ പ്രിയയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്. അപ്പോൾ ആ സമയത്ത് പ്രിയ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാവും കേട്ടോ. അപ്പോഴൊക്കെ പ്രിയ എന്നും പറഞ്ഞിട്ടാണ് അർജുൻ വിളിക്കുന്നത്. അപ്പോൾ അർജുൻ്റെ സൗണ്ട് കേൾക്കുന്ന പ്രിയ ഒരു മൈൻഡും ചെയ്യാതെ തന്നെ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ അങ്ങ് പിന്നെയും അകത്തേക്ക് തന്നെ കയറി പോവുകയാണ്. അപ്പം മല്ലികയും തടയുന്നുണ്ട്. അർജുൻ, വിശ്വനാഥൻ അച്ഛൻ വരട്ടെ, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോഴും അർജുൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ എനിക്ക് അവളെ കാണണം, അവളെ പിടിച്ച് പുറത്താക്കിയിട്ട് തന്നെ ഞാൻ വെറുതെ ഇരിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ബഹളം വെക്കുക തന്നെയാണ്. അങ്ങനെയാണ് പ്രിയ അവിടെ ഇരിക്കുന്നത് അർജുൻ കാണാണ്. അങ്ങനെ പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പ്രിയ ഒന്നങ്ങ് പതറിങ്ങോണ്ട് തന്നെ അർജുനെ കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ ഇവൻ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട്, നീ എന്തിനാണ് ഇവിടെ കയറി വന്നത്, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ പ്രിയ പറയുകയാണ്, ഞാൻ ഇവിടെ നിന്നും പോവില്ല, എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് വിശ്വനാഥൻ അച്ഛനാണ്, അച്ഛൻ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്ന് പറയും. വിശ്വനാഥൻ അച്ഛൻ പറയേണ്ട ഒരു ആവശ്യവുമില്ല, ഞാൻ പറഞ്ഞാൽ മതി, മര്യാദയ്ക്ക് നിന്നോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത്. നീ കാട്ടിക്കൂട്ടിയതും നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയും എൻ്റെ പൂജയോടും എൻ്റെ കുടുംബത്തോടും വിശ്വനാഥൻ അച്ഛനോടും ഒക്കെ ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്തോ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്, മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാൻ കേട്ടോ അർജുൻ. അപ്പോഴും പ്രിയ, ഞാൻ പോവില്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ അർജുൻ എന്നും പറഞ്ഞ് അങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ അങ്ങ് കരയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴൊന്നും അർജുൻ ആ അഭിനയത്തിലൊന്നും വീഴുന്നില്ല കേട്ടോ. നിന്നോടല്ലേ പറഞ്ഞത്, നീ പറഞ്ഞതൊന്നും എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യവുമില്ല, നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വില പോവുകയുമില്ല, മര്യാദയ്ക്ക് നീ ഇറങ്ങിക്കോ എന്നും പറഞ്ഞ് പ്രിയയുടെ കൈ അങ്ങ് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് അങ്ങ് തള്ളിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴൊക്കെ പ്രിയ എന്നെ വിടൂ എന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. പക്ഷെ അർജുൻ അതൊന്നും കൂട്ടാക്കുന്നില്ല. വസന്തനും മല്ലികയൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അർജുൻ, നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് അർജുനും അങ്ങ് തടയുമ്പോഴും അർജുൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നല്ല ദേഷ്യത്തോടു കൂടി തന്നെ പ്രിയേനെ പുറത്തേക്ക് അങ്ങ് പിടിച്ച് തള്ളുകയാണ്. അപ്പോഴത്തേക്കും വസന്തൻ വിശ്വനാഥൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അർജുൻ ഇവിടെ വന്നിട്ടുണ്ട്, പ്രിയേനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് അർജുൻ പറഞ്ഞ പ്രകാരം തന്നെയാണ് വസന്തൻ വിളിച്ച് പറയുന്നത്. അപ്പോഴത്തേക്കും ഓട്ടോയിൽ തന്നെ വിശ്വനാഥൻ അച്ഛൻ വന്ന് ഇറങ്ങാണ്. അങ്ങനെ വിശ്വനാഥൻ അച്ഛനെ കാണുമ്പോഴത്തേനും പ്രിയ ഓടി ചെല്ലാണ്. എന്നോട് ഇവിടെ നിന്നും ഇറങ്ങി പോവാനാണ് അർജുൻ പറയുന്നത്, എന്നെ പറഞ്ഞയക്കരുത് അച്ഛ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് തടയാണ്. അങ്ങനെ അർജുന് വിശ്വനാഥൻ അച്ഛനെ കാണുന്ന സമയത്ത്, എന്നോട് ആരും ഒന്നും പറയണ്ട, ഇവളെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ്, അർജുൻ, നീ ഒരു വക്കീലല്ലേ, പ്രതിക്ക് കൂടി സംസാരിക്കാനുള്ള അവകാശമുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ, പിന്നെ ഇങ്ങനെ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അർജുൻ, നീ വാ, നമുക്ക് സമാധാനപരമായി അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാനില്ല, ഇവളെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇവൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം തന്നെ, ഇവൾ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെല്ലാം തന്നെ വിശ്വനാഥൻ അച്ഛൻ എന്താ മറന്നുപോയോ, അച്ഛൻ എന്താ പ്രാന്തായോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടാവാൻ കേട്ടോ. എന്നു തുടങ്ങി അച്ഛൻ ഇങ്ങനെ മറവി എന്നൊക്കെ പറഞ്ഞ് അർജുൻ സംസാരിക്കുകയാണ്. അപ്പോഴൊക്കെ വിശ്വനാഥൻ അച്ഛൻ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പ്രിയ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും അങ്ങ് എടുത്തിട്ട് പറയുകയാണ്. സ്നേഹസദനത്തിൽ ചെയ്തു കൂട്ടിയതും തേജയെ വെച്ച് കാട്ടിക്കൂട്ടിയതും അങ്ങനെ എല്ലാം തന്നെ അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് പൂജയാണ് ഈ വിശ്വനാഥൻ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിയതും എന്നുള്ളത്, പൂജയോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളും എൻ്റെ കുടുംബത്തോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളും ഒന്നും തന്നെ ഞാൻ മറന്നിട്ടില്ല, ഇവളെ പോലുള്ള ക്രിമിനലുകൾ ആ സ്വഭാവം ഒരിക്കലും മറക്കാനും പോകുന്നില്ല, ഇവൾ ജന്മനാ തന്നെ ഇവൾ ഒരു ക്രിമിനലാണ്, ഇവളുടെ മനസ്സിൽ വെറും പകയും അസൂയയും പണത്തിനോടുള്ള അത്യാഗ്രഹവും മാത്രമാണ് ഇവളുടെ മനസ്സിലുള്ളത്, അതൊരിക്കലും അവളിൽ നിന്ന് മാഞ്ഞു പോവുകയുമില്ല, അവളുടെ മരണം വരെ ആ സ്വഭാവം ഉണ്ടാവും, ഇപ്പോൾ അവൾ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് അഭിനയിച്ച് തകർക്കുന്നത് എന്നൊക്കെ പറയട്ടെ. അപ്പോഴും വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട്, അർജുൻ മോനെ, നീ ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് ഒരു അവസരം താ, നീ സംസാരിക്കാനുള്ളൊരു അവസരം തായോ, ഇവൾ ചെയ്തു കൂട്ടിയതെല്ലാം തന്നെ തെറ്റ് തന്നെയാണ്, പക്ഷേ ഇവൾക്ക് തെറ്റ് തിരുത്താനുള്ള
ജീവിക്കാനുള്ള ഒരു സമയമാണ് ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി അർജുൻ വീണ്ടും അങ്ങ് ചൂടാവുക കേട്ടോ. എന്താ അച്ഛന് ഇത്രയ്ക്ക് മറവിയുടെ അസുഖമുണ്ട്, അച്ഛൻ എന്താ ഭ്രാന്താണ്, ഇവളെ പോലുള്ളവൾ തെറ്റ് തിരുത്താനുള്ള അവസരമോ അതും ഇവൾക്കോ എന്നങ്ങ് അർജുൻ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വനാഥൻ അച്ഛൻ കുറിച്ചിട്ടോ, ഞാനൊരു ശപഥം പോലെ തന്നെയാണ് പറയുന്നത്. പൂജ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇവൾ ദ്രോഹിക്കുക തന്നെയാണ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ പൂജ സ്വന്തം കുഞ്ഞിനെ പോലെ പാലൂട്ടുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഈ തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ ഇവൾ കൊല്ലും. എന്നിട്ട് ആ കുറ്റം വിശ്വനാഥൻ അച്ഛൻ്റെ മേലിൽ ചാർത്തുകയും ചെയ്യും. അത്രയ്ക്ക് വൃത്തികെട്ടവളാണ് ഇവൾ. ഇത് കണ്ടോ, ഞാൻ വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇവൾ താമസിക്കണം എന്നുള്ളത് വിശ്വനാഥൻ അച്ഛന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യവും കൂടി വിശ്വനാഥൻ അച്ഛൻ അങ്ങ് കേട്ടോ. ഇനി ഞാനും ഈ സ്നേഹസദനവും എൻ്റെ പൂജയും ഒന്നും തന്നെ ഇവിടെയുമായി യാതൊരുവിധ ബന്ധവുമില്ല. എൻ്റെ ബന്ധുക്കളും ആരും തന്നെ ഇവിടെ ഒരു അടുപ്പവും ഉണ്ടാവില്ല. ഇവിടെ ഇനി ഞാൻ അറിയാതെ ആരെങ്കിലും അടുപ്പം ഉണ്ടായാൽ തന്നെ പിന്നീട് അവർക്ക് ഞങ്ങളുടെ കുടുംബവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് തീർത്തങ്ങ് അർജുൻ വിശ്വനാഥൻ അച്ഛനോട് അങ്ങ് പറയണ്ട. അത് കേൾക്കുമ്പോൾ വിശ്വനാഥൻ തന്നെ ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. നല്ല സങ്കടവും വരുന്നുണ്ട്. അർജുൻ്റെ ഓരോ എടുത്തു മുറിച്ചിട്ട വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വിശ്വനാഥൻ അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹസദനത്തിൽ നിന്നും വസന്തനും പുറത്തു പോവേണ്ടി വരുമെന്നുള്ളത് വസന്തനും മനസ്സിലാവാണ്. ആ സമയത്ത് ഇനിയിപ്പോൾ ഞാനും ഇവിടെ ഒരു ബന്ധവും പാടില്ല എന്നല്ലേ അർജുൻ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ വസന്തനും അർജുൻ പറയുന്ന വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് അർജുൻ പിണങ്ങിയോണ്ട് തന്നെയാണ് വിശ്വനാഥൻ അച്ഛനുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അർജുൻ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. അങ്ങനെ അർജുൻ വിശ്വനാഥനോട് പറയുന്നുണ്ട്, എൻ്റെ പൂജയ്ക്ക് അത്രയ്ക്കധികം ഇഷ്ടമായിരുന്നു വിശ്വനാഥൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ദൈവത്തിനു മുകളിലായിരുന്നു. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആ പൂജയ്ക്കിട്ടൊരു തിരിച്ചടി തന്നെയാണ് വിശ്വനാഥൻ അച്ഛൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഞങ്ങൾ അറിയാത്ത മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ഒന്നും തന്നെ അർജുൻ നീ ഇപ്പോൾ ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിന്റെ ഈ മനസ്സിലെ ഒരു ദേഷ്യവും എല്ലാം മാറിയ ശേഷം നമുക്ക് രണ്ടു പേർക്കും സംസാരിക്കാം. എന്നിട്ട് മതി എടുത്തു ചാട്ടമൊക്കെ എന്നൊക്കെ പറയുമ്പോഴും അർജുൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ തന്നെ അർജുൻ അവിടുന്ന് പിണങ്ങിയോണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. വിശ്വനാഥൻ അച്ഛനുമായിട്ട് ഇനിയൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സ്നേഹസദനവുമായിട്ട് ഒരു അടുപ്പവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം വിശ്വനാഥൻ അച്ഛൻ അങ്ങ് സങ്കടം വന്നുകൊണ്ട് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് പൊട്ടിക്കരയുന്ന ഭാവത്തിൽ അങ്ങ് ഇരിക്കാൻ കേട്ടോ. അത്രയ്ക്കധികം വിഷമത്തോടു കൂടി തന്നെയാണ് വിശ്വനാഥൻ അച്ഛൻ അർജുൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം ആകെ വിഷമത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. പിന്നീട് അർജുൻ നേരെ വിളിക്കുന്നുണ്ട്, കിരണിനെ വിളിച്ച് വരുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഒരു പോലീസാണോ, എന്താണ് ഇങ്ങനെയൊക്കെ കൊലപാതകവും കള്ളത്തരമൊക്കെ ചെയ്തു കൂട്ടുന്നവരൊക്കെ പുറത്താക്കിയാൽ പിന്നെ എങ്ങനെയിരിക്കും ഈ ലോകം എന്നൊക്കെ പറഞ്ഞങ്ങ് ചൂടാവാണ്. അപ്പോൾ അർജുനോട് കിരൺ പറയുകയാണ്, നീ ചൂടാവുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. പ്രിയ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇന്നാണ് മെസ്സേജ് കിട്ടിയത്. പക്ഷേ നീ ഇപ്പോൾ എടുത്തു ചാടി ഇങ്ങനെയൊന്നും സംസാരിക്കാതെ പ്രിയ എവിടേക്കാണ് പോയത് എന്നുള്ളതും പ്രിയ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതും അവളുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താമെന്ന് പറയട്ടെ. അപ്പോൾ അർജുൻ പറയാണ്, പ്രിയ പോയിട്ടുള്ളത് സ്നേഹസദനത്തിലാണെന്ന് പറയുമ്പോൾ എന്ത് എന്നും പറഞ്ഞ് കിരൺ തന്നെ ആകെ ഞെട്ടിപ്പോവാണ്ട്. അതെന്താ വിശ്വനാഥൻ അച്ഛന് എന്തെങ്കിലും തലയ്ക്ക് വല്ല പ്രോബ്ലവും ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് തന്നെയാണ് ഞാനും ഇപ്പോൾ അവിടെ പോയി ഒരുപാട് ബഹളവും വെച്ചിട്ടാണ് വരുന്നത്. അവളെ വലിച്ചഴച്ച് പുറത്തേക്ക് ഇട്ടതാണ് ഞാൻ അവിടെ താമസിക്കരുത് എന്നും പറഞ്ഞിട്ട്. പക്ഷേ വിശ്വനാഥൻ അച്ഛൻ അവളെ അവിടെ താമസിക്കാനാണ് പറയുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ നീ എന്തിനാണ് അവിടേക്ക് പോയത്, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പ്രിയോട് ചെയ്തത്, അവളെങ്ങാനും നിൻ്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ മതി. നീ വക്കീലാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ജയിലഴിക്കുള്ളിലേക്ക് പോവേണ്ടി വരും. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം ചെയ്തത് എന്നൊക്കെ പറയാം കേട്ടോ അർജുനോട്. അങ്ങനെ അർജുൻ, നീ ഒരു വക്കീലല്ലേ, നീ ഒന്ന് ക്ഷമിക്ക്, അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിരീക്ഷിക്കാം. അവളെ ഒരാഴ്ചത്തേക്ക് ഒന്ന് വെറുതെ വിട്. കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽ ബുദ്ധിയുള്ളവർ ഒന്നും വെറുതെ അടങ്ങിയിരിക്കാൻ ഒരു വഴിയുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തെറ്റുകളെങ്കിലും അവർ ചെയ്യും. അതോടുകൂടി അവളെ വീണ്ടും നമുക്ക് ജയിലഴിക്കുള്ളിൽ തന്നെ ആക്കാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്, നിന്റെ എന്തിനും ഏതിനും സഹായത്തിനായിട്ട് ഈ കിരൺ ഉണ്ടാവും എന്നൊക്കെ പറയണം. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, എനിക്ക് നീ മാത്രം അവൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അർജുനെ ഒന്ന് പേടിക്കാൻ കേട്ടോ. പിന്നീട് മധു ആൻറ്റി ആണെങ്കിലോ പ്രിയ സ്നേഹസദനത്തിൽ നിന്നും അർജുൻ പുറത്താക്കിയിട്ടുണ്ടാകുമോ, അവൾ അവിടെ താമസിക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം ഞാനും അവളും കൂടി ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും വസന്തേട്ടനോട് പറയും. പിന്നീട് ഞാനും വസന്തേട്ടനും ഇപ്പോൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ അവൾ അറിഞ്ഞാൽ ഒരിക്കലും എന്നെ വെറുതെ
വിടാൻ സാധ്യതയില്ല. ഞാനും കൂടി കൂട്ടുപ്രതിയാണെന്നും പറഞ്ഞ് അവൾ എന്നെയും ജയിലിലേക്ക് ആക്കും. അതുകൊണ്ട് ഞാനൊന്ന് വസന്തേട്ടനെ വിളിച്ചാലോ എന്നൊക്കെ സ്വയം മനസ്സിൽ പറഞ്ഞിട്ട് വസന്തനെ അങ്ങ് ഫോൺ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് എന്തായി, പ്രിയയെ അവിടെ നിന്നും പുറത്താക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, വിശ്വനാഥൻ അച്ഛൻ അത് സമ്മതിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മധു ആൻറ്റിയോട്. അങ്ങനെ അർജുൻ സ്നേഹസദനവുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല എന്നൊക്കെ അർത്ഥം മുറിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് അർജുൻ ഇവിടെ നിന്നും പോയത് എന്നൊക്കെ ഇങ്ങനെ മധു ആൻറ്റിയോട് വസന്ത പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ മധു ആൻറ്റി തന്നെ ആകങ്ങ് ഞെട്ടിപ്പോ. അർജുൻ സ്നേഹസദനത്തിലേക്ക് വന്ന സമയത്ത് അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് നോക്കുന്നുണ്ട്. തൊട്ടിലിൽ കിടക്കുന്ന രാധമോളെ ഒന്നങ്ങ് നോക്കുന്നുണ്ട്. ഒരു വിഷമത്തോടു കൂടി തന്നെയാണ്. ഈ കുഞ്ഞുമായിട്ട് ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ല, സ്നേഹസദനവുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ള ഭാവത്തിലാണ് അർജുൻ പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കുഞ്ഞിനെ പോലും ഞങ്ങൾ കാണാൻ വരില്ല എന്നുള്ള ഭാവത്തിലാണ് അർജുൻ അവിടെ നിന്ന് വിശ്വനാഥൻ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്.